ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്നും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരള ഗവർണർ ഇത് 2018 നടന്ന എക്സാമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കേരള ഗവർണർ വരുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഇപ്പോഴത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ സി, ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓപ്ഷൻ സി, ലാറ്ററൈറ്റ് മണ്ണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിദൂര സംവേദനത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ ഡി, സെൻസർ ഉപയോഗിച്ചിട്ടാണ് വിദൂര സംവേദനത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടാതെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടാതെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഓപ്ഷൻ ബി, കരുൺ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, 2016 മലയാള സിനിമയിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയതാര്? 2016 മികച്ച നടൻ ആരായിരുന്നു? ഇതിൽ ആൻസർ ഇല്ല. പക്ഷെ നമുക്കിപ്പോൾ 2016 കാര്യം നോക്കേണ്ട കാര്യമില്ലല്ലോ. 2023 മികച്ച നടൻ മമ്മൂട്ടിയായിരുന്നു. നൻപകൽ നേരത്ത് മയക്കം എന്ന ഫിലിമിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടൻ എന്ന പദവി ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി, ബ്രസീലിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, അജ്മീർ പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അജ്മീർ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, രാജസ്ഥാനിലാണ് അജ്മീർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിന്ധ്യ പർവ്വതത്തിന് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. വിന്ധ്യയ്ക്ക് തൊട്ട് തെക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ സി, സത്പുര പർവ്വതനിരയാണ് വിന്ധ്യ പർവ്വതനിരയ്ക്ക് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ ബി, കൊച്ചിയാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്നത്? ഓപ്ഷൻ എ, രാജസ്ഥാനിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ള നിറം സൂചിപ്പിക്കുന്നത് എന്ത്? വെള്ള നിറം ഏതാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി, തരിശു ഭൂമിക്കാണ് വെള്ള നിറം സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേര്. നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് ഓപ്ഷൻ ബി, സർചാർജ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച വർഷം. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ബി, 1936. അടുത്ത ക്വസ്റ്റ്യൻ, ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഓപ്ഷൻ ബി, സിക്കിമാണ് ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഇതിനകത്ത് അരുണാചൽ പ്രദേശാണ് കേട്ടോ, സിക്കിമല്ല. ഓപ്ഷൻ സി, അരുണാചൽ പ്രദേശാണ് ഏറ്റവും ജനസാന്ദ്രത കുറവുള്ള സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, 2016 കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതാര്? 2016 കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ഓപ്ഷൻ ബി, സുരേഷ് ഗോപി. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടനാട് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ, ആലപ്പുഴ. അടുത്തത്, ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ബാലവേല വിരുദ്ധ ദിനമാണ് ഓപ്ഷൻ എ, ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, സ്പെയിനിൽ നിന്നും സ്വതന്ത്രമാവാൻ ഹിതപരിശോധന നടത്തി വിജയം കണ്ട പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി, കാറ്റലോണിയ. അടുത്ത ക്വസ്റ്റ്യൻ, ചെസ് ഉടലെടുത്ത രാജ്യം. ചെസ് ഏത് രാജ്യത്താണ് ഉടലെടുത്തത്? ഇന്ത്യയിലാണ് ചെസ്സിൻ്റെ ജന്മദേശം. അടുത്ത ക്വസ്റ്റ്യൻ, മാവോ സേ തുങ്ങിന് ശേഷം ചൈനയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി. മാവോ സേ തുങ്ങിന് ശേഷം ഷി ജിൻപിങ് ആണ് ഏറ്റവും ശക്തനായ ഭരണാധികാരി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ പേരാണ് ഓപ്ഷൻ ബി, നീതി ആയോഗ് ആണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, സിന്ധുവിൻ്റെ ഒരു പോഷക നദി ഏതാണ്? ഓപ്ഷൻ എ, രവിയാണ് സിന്ധുവിൻ്റെ ഒരു പോഷക നദി. അടുത്ത ക്വസ്റ്റ്യൻ,
സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ചെന്നൈയാണ് സതേൺ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാദേശികവാദങ്ങൾക്ക് ഒരു ഉദാഹരണം. പ്രാദേശികവാദത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ മാംഗോ ഷവറാണ് പ്രാദേശികവാദത്തിന് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ, സമാധാന നോബലിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരിയായ വിദേശ വംശജ. സമാധാന നോബലിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരിയായ വിദേശ വംശജ ആരാണ്? ഓപ്ഷൻ ബി മദർ തെരേസയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ന്യൂഡൽഹിയിലാണ് ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത്? അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത്? ഓപ്ഷൻ എ ജർമ്മനിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടകയിൽ ഈയിടെ വെടിയേറ്റ് മരിച്ച മാധ്യമപ്രവർത്തക. കർണാടകയിൽ ആ സമയത്താണ് 2018 സമയത്താണ് വെടിയേറ്റ് മരിച്ച മാധ്യമപ്രവർത്തക ആരാണ്? ഓപ്ഷൻ സി ഗൗരി ലങ്കേഷ്. അന്നത് ന്യൂസിലൊക്കെ വലിയ സംഭവമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബാസ്ക്കറ്റ് ബോളിൽ കളിക്കാരുടെ എണ്ണം. ബാസ്ക്കറ്റ് ബോളിൽ എത്ര കളിക്കാരാണുള്ളത്? ഓപ്ഷൻ എ 5 പേരാണ് ബാസ്ക്കറ്റ് ബോളിൽ കളിക്കാരുടെ എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? റൊണാൾഡ് ട്രംപ് ഒക്കെ കഴിഞ്ഞോ? റൊണാൾഡ് ട്രംപ്. അടുത്ത ക്വസ്റ്റ്യൻ, റൊണാൾഡ് ട്രംപ് ഒക്കെ കഴിഞ്ഞ് ജോ ബൈഡൻ വന്നില്ലേ? അപ്പോൾ ജോ ബൈഡനാണ് ആൻസർ കേട്ടോ. ഇത് അന്നത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, സിഗരറ്റ് നിരോധിച്ച നാലാമത്തെ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. കേരളമാണ് സിഗരറ്റ് നിരോധിച്ച 4ാമത്തെ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ് എഴുതിയത്? ഓപ്ഷൻ എ ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയത് ആര്? മലബാർ മാനുവൽ ആരാണ് പ്രസിദ്ധപ്പെടുത്തിയത്? ഓപ്ഷൻ എ വില്യം ലോഗൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വില്യം ലോഗനാണ് മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് ആര്? കൃഷ്ണപുരം കൊട്ടാരം ആരാണ് പണി കഴിപ്പിച്ചത്? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മയാണ് കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല. ആനമുടി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കിയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ ബി പാലക്കാട് ചുരം. അടുത്ത ക്വസ്റ്റ്യൻ, മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം നിലവിലില്ലാത്ത ഏക സംസ്ഥാനം ഇതിൽ വരുമ്പോൾ ജമ്മു കാശ്മീറാണ്. ഇപ്പോൾ ജമ്മു കാശ്മീർ സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ധർമ്മരാജാവിന് ശേഷം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ മഹാരാജാവ്. ധർമ്മരാജാവിന് ശേഷം ആരായിരുന്നു? ഓപ്ഷൻ എ ബാലരാമവർമ്മയാണ് കേട്ടോ. ബാലരാമവർമ്മയാണ് ധർമ്മരാജാവിന് ശേഷം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ മഹാരാജാവ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമസ്ഥനാണ് അബ്ദുൽ ഖാദർ മൗലവി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ഓപ്ഷൻ എ പട്ടം താണുപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ഓപ്ഷൻ എ ശിവഗിരി. അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? ഓപ്ഷൻ സി കുഞ്ഞൻപിള്ളയാണ് കുഞ്ഞൻപിള്ള അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമായിരുന്നു. ഓപ്ഷൻ ബി ആണ് അയ്യപ്പനാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ രാജാവ്. അനുവാദം നൽകിയത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷം. ഗാന്ധിജി ഏത് വർഷമാണ് വൈക്കം ക്ഷേത്രം സന്ദർശിച്ചത്? 1925 വൈക്കം ക്ഷേത്രം സന്ദർശിച്ചത്. ആര്? ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ്ണകാലം എന്നറിയപ്പെടുന്നത്.
സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വേലുത്തമ്പിയുടെ ജന്മസ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി കൽക്കുളം. ഓപ്ഷൻ ബി കൽക്കുളമാണ് വേലുത്തമ്പിയുടെ ജന്മസ്ഥലം. കൊച്ചി രാജവംശം എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നതാണ് കൊച്ചി രാജവംശം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതാണ്? അറക്കൽ രാജവംശമാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം. അടുത്ത ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? ഓപ്ഷൻ സി കുളച്ചൽ യുദ്ധം. അടുത്ത ക്വസ്റ്റ്യൻ, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ഡി ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുക്കുന്നവയിൽ നിശ്ചിത ആകൃതിയും ഭാരവുമുള്ള അവസ്ഥ ഏതാണ്? നിശ്ചിത ആകൃതിയും ഭാരവുമുള്ള അവസ്ഥയാണ് ഓപ്ഷൻ ബി ഖരം. അടുത്ത ക്വസ്റ്റ്യൻ, പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിച്ചാൽ പല സസ്യങ്ങൾക്ക് പുതിയ തൈ ഉണ്ടാകുന്നില്ല, അവ പരാഗണം നടക്കുന്നില്ല. അതാണ് പുതിയ സസ്യങ്ങൾക്ക് പുതിയ തൈ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി കോളറയാണ് കൂട്ടത്തിൽപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ്? ഓപ്ഷൻ എ മുളയാണ് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിലാണ്? ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥയിലാണ് ഇടിമിന്നൽ. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? പൊന്മാൻ, കുരുവി, കൊക്ക്, നീർക്കാക്ക. ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? ഓപ്ഷൻ ബി കുരുവിയാണ് കൂട്ടത്തിൽപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ രക്തസ്രാവം കുറയ്ക്കാൻ വേണ്ടിയാണ് അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വേര് വന്നാലല്ലേ ബാക്കി വളരുള്ളൂ, അതാണ് ബീജമൂലമാണ് ആദ്യം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിൻ്റെ ആകൃതി മത്സ്യങ്ങൾക്ക് സഹായകമാകുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ഡി ജലത്തിൽ സഞ്ചരിക്കുന്നതിനാണ് അങ്ങനെ ഒരു ആകൃതി മത്സ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? നാളികേരം, ഗോതമ്പ്, കശുവണ്ടി, അടയ്ക്ക. ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? ഓപ്ഷൻ സി കശുവണ്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെ ഡേഷ് എന്ന് പറയുന്നു. എന്താ പറയുന്നത്? ഓപ്ഷൻ ബി അനുകൂലനങ്ങളാണ് ആൻസർ. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെ എന്ത് പറയുന്നു? അനുകൂലനങ്ങൾ എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിതവും ജീവിയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ആവാസ വ്യവസ്ഥയാണത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിൻ്റെ ആകൃതി കൊണ്ട് മത്സ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ത്? ഇത് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻ ബി ജലത്തിൽ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് വേരുപടലത്തെ എന്ത് പറയുന്നു? ഓപ്ഷൻ ബി നാരുവേരുപടലം എന്ന് പറയുന്നു. നാരുവേരുപടലം. അടുത്ത ക്വസ്റ്റ്യൻ, ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ശിരാവിന്യാസമാണ് ഏതാണ്? ജാലിക ശിരാവിന്യാസത്തിലാണ് ഇലകളിൽ വലക്കണ്ണികൾ പോലെ ശിരാവിന്യാസം കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത് ഡേഷിലാണ്. അപ്പോൾ എന്തിലാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭവിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ബീജപത്രങ്ങളിലാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ്. പക്ഷി ഓപ്ഷൻ എ അങ്ങാടിക്കുരുവി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ചന്ദ്രനിലേക്ക് അയച്ച കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യ ആദ്യമായി ചന്ദ്രനിലേക്ക് അയച്ച കൃത്രിമ ഉപഗ്രഹമാണ് ഓപ്ഷൻ ബി ചന്ദ്രയാൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ എന്ത് പറയുന്നു? ഓപ്ഷൻ സി ഗ്രഹങ്ങളാണ്
ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമി അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ ഡേഷ് എന്ന് പറയുന്നു. എന്ത് പറയുന്നു? ഭ്രമണം. ഭ്രമണമാണ് ഭൂമി അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. താങ്ക്